ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഗോവിന്ദൻ ആദർശിനോട് പറയുന്നുണ്ട്, മോനെ ഒരിക്കൽ നന്ദു ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ കയറിയതാണ്. അന്ന് കയറിയ പോലെ അല്ലല്ലോ ഇന്ന്. ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ കുഞ്ഞ് ഇപ്പം സ്റ്റേഷനിൽ കിടക്കുന്നത്. അവളെ ഇറക്കാൻ ഒരു വഴിയില്ലെന്ന് ചോദിക്കും. മാക്സിമം ഞങ്ങൾ നോക്കിയതാച്ച, പിന്നെ നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുക തന്നെ ചെയ്യും. എന്തായാലും നന്ദുവിനെ ഇതിനകത്ത് കുടുക്കിയവരെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നും ആദർശ് പറയും. പിന്നീട് കാണിക്കുന്നത് ജയനും ദേവയാനയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പം ജയൻ പറയുന്നുണ്ട്, തനിക്കും ഇവിടെയുള്ള ജലജയ്ക്കും അഭിക്കും അതുപോലുള്ള എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ ഇപ്പം നന്ദു ജയിലിലാകുകയാണെങ്കിൽ എന്ന് പറയുമ്പോഴത്തേന് ദേവയാനി പറയും, ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അത് കാരണം അവൾ രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ എന്തായി മോനെ ജാമ്യത്തിൻ്റെ കാര്യമൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും നടക്കത്തില്ല അച്ഛാ, നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തോളാനാണ് എസ് ഐ പറഞ്ഞത്. ഇപ്പം നന്ദുവിൻ്റെ വീട്ടിലാണ് ആകെ സങ്കടകരമായ അവസ്ഥയായിരുന്നു. എല്ലാവരും ഭയങ്കര സങ്കടത്തിലും കരച്ചിലും ഒക്കെയാണ്. അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇത് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. ആദ്യമൊക്കെ പറയാതിരുന്നെന്ന് പറഞ്ഞാലും അവസാനം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അവർക്കത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അതെനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പോലും പറ്റിയില്ല എന്ന് പറയും. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, നാളെ ഇനി ജാമ്യം കിട്ടാതെ നന്ദു അകത്ത് പോവുക വല്ലതും ചെയ്യുവാണെങ്കിൽ അവിടെ അച്ഛൻ്റെ ഹൃദയം നിലച്ച് പോവുമായിരിക്കും. അവിടെ ഒരു മരണവീടാകാൻ സാധ്യതയുണ്ടെന്ന് വരെയും ആദർശ് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. അന്നേരത്തേന് ആദർശ് പറയും, അമ്മയ്ക്ക് സന്തോഷം വരേണ്ടതാണല്ലോ, പിന്നെ എന്തുകൊണ്ടായി ഇപ്പം സങ്കടം വന്നതെന്ന് ചോദിക്കും. ഞാൻ ആരും മരിക്കണമെന്നൊന്നും ഒരിക്കലും വിചാരിക്കുന്നില്ല. ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവൾ പുറത്ത് വരണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴത്തേന് ആദർശ് പറയും, അനാമികയും അവളുടെ അച്ഛനുമാണോ ഇതിനെ പിന്നെ പ്രവർത്തിച്ചെന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. അപ്പം ദേവയാനി പറയും, അത് സത്യാവസ്ഥ അറിയാതെ ആരെയും കുറ്റപ്പെടുത്തണ്ട, എന്തായാലും ആ കുട്ടി പുറത്തിറങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെക്കുറിച്ചൊക്കെ തീരുമാനിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ദേവയാനി അകത്തേക്ക് അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് രേവതിയെയും അനാമികയാണ്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി നന്ദു പുറത്തിറങ്ങത്തില്ലല്ലോ, ജയിലിൽ പോവുകയും ചെയ്യും. അതുതന്നെയല്ല, അവൾ ഇനി ഒരിക്കലും എസ് ഐ ആകാനും പോകുന്നില്ല മോളെ എന്നൊക്കെ രേവതി സന്തോഷത്തോടെ പറയുന്നുണ്ട്. അനാമികയ്ക്കും ഭയങ്കര സന്തോഷമാണ്. അച്ഛൻ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തു തരുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ലെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് വേണു അകത്തേക്ക് വരുന്നത്. അപ്പം വേണു പറയുന്നുണ്ട്, ഞാൻ പ്രോസിക്യൂട്ടറെ കണ്ടായിരുന്നു, പബ്ലിക് പ്രോസിക്യൂട്ടർ നല്ലൊരു പ്രഗത്ഭനായ ആളാണ്. എന്തായാലും നന്ദുവിന് ഇനി ജാമ്യം കിട്ടുകയില്ല, അവൾ ജയിലിൽ പോവുക തന്നെ ചെയ്യും എന്ന് പറയും. എന്തായാലും ഞാൻ നാളെ ഒന്ന് പോകുന്നുണ്ട് അവൾ ജയിലിൽ പോകുന്നത് കാണാനായിട്ടെന്ന്. എനിക്കും ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അവൾ ജയിലിൽ കിടക്കുമ്പോൾ പോയി കാണണമെന്ന് രേവതിയും അനാമികയും കൂടെ പറയും. അതെന്തായാലും സാധിക്കും മോളെ, നീ ഇനി എങ്ങനെയും അനിയായിട്ട് ഒത്തുപോകാനൊക്കെ നോക്കണം. അവരുമായിട്ടൊരു ദാമ്പത്യ ബന്ധമൊന്നും ഇനിയും സാധിക്കില്ലെന്ന് നീ പറഞ്ഞു, അതൊക്കെ ശരി. എന്നാലും നമുക്ക് നമ്മളുടെ ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചെടുക്കണ്ടേ, അതിനുവേണ്ടി നീ അവിടെ എങ്ങനെയൊക്കെ നിൽക്കണം എന്ന് പറയും. അതിനുവേണ്ടി തന്നെയാച്ചാ ഞാൻ നിൽക്കുന്നത്. ഇനി അവളകത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവളുടെ ചേച്ചിമാരും അവിടെ ഒതുങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇനി അങ്ങനെയൊക്കെ ജീവിച്ചോളാമെന്ന് അനാമികയും പറയുന്നുണ്ട്. അനി സങ്കടപ്പെട്ടിരിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അനി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, നന്ദു പറയുന്നത്, ഞാൻ ഒരു തെറ്റും ചെയ്യാതാണ് അകത്തായിരിക്കുന്നത്. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ ഞാൻ ഇനി സ്ഥിരമായിട്ട് അങ്ങ് ജയിലിൽ പോകാൻ അങ്ങ് തീരുമാനിക്കുകയുള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ ഓർത്ത് കിടക്കുന്ന സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത്. അന്നേരം ജാനകി ചോദിക്കും, നിനക്കെന്നെ ഇത്ര സങ്കടം? അവൾ ജയിലിൽ പോയെങ്കിൽ അവൾ എൻ്റെ അനാമിക മോളെ അത്രയ്ക്ക് വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഇങ്ങനൊരു ജയിൽ ശിക്ഷയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അവൾ ഒരിക്കലും എന്നാണെങ്കിലും തിരിച്ച് വരാനും പോകുന്നില്ല, അവൾ എസ് ഐ ആകാനും പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേന് അനി പറയും, അമ്മ ഇങ്ങനെ പറയരുത്. അനാമികയെ അവളുടെ അച്ഛനും അമ്മയൊക്കെ തെറ്റുകാരുമാണ്, അവരുടെ സ്വഭാവവും ശരിയല്ല. അമ്മ അവരുടെ കൂടെ കൂടി ആ സ്വഭാവത്തിലേക്ക് മാറരുതെന്ന് പറയും. ഞാൻ മാറുകൂടാ, എനിക്ക് എൻ്റെ അനാമിക മോള് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. അതുകൊണ്ട് എൻ്റെ മോളെ വിഷമിപ്പിക്കുന്ന ആർക്കും നന്നായി വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അവൾക്ക് ജോലി കിട്ടരുതെന്നും അവൾ ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങരുതെന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുമെന്ന് ജാനകി പറയുന്നുണ്ട്. അനാമിക മോളുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ഇങ്ങനെ സങ്കടമൊന്നും കാണുന്നില്ലല്ലോ. നിൻ്റെ ചേടത്തിമാരായിട്ട് ഇവിടെ വലിഞ്ഞു കയറി വന്ന അവളുമാരുടെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഇത്രയ്ക്ക് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ജാനകി പറയുമ്പോഴത്തേന് അനി പറയുന്നുണ്ട്, അനാമികയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ട്
വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ടാണ്. അതുകൊണ്ട് അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. അതുപോലല്ല നന്ദു അവരുടെ വീട്ടുകാരുമൊക്കെ നല്ലവരാണ് എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ജാനകിക്ക് ദേഷ്യം വന്നിട്ട് പറയും, നീ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവൾ ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങാനും പോകുന്നില്ല, പിന്നെ അവൾക്ക് SI ആകാനും പോകുന്നില്ല. ഞാൻ അതിനുവേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട് ജാനകി. പിന്നീട് കാണിക്കുന്ന നന്ദാവനമാണ്. അവിടെ ആർക്കും ഒരു സന്തോഷമില്ല. നന്ദു പോലീസ് സ്റ്റേഷനിലായ കാരണം ആരും ആഹാരം ഒന്നും കഴിക്കുന്നൊന്നുമില്ല. ഗോവിന്ദൻ പറയുന്നുണ്ട്, നവ്യ മോളെ നീയെങ്കിലും എന്തെങ്കിലും കഴിക്കുക, ഇപ്പം നീ ഒറ്റയ്ക്കല്ലല്ലോ, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ലേ, അപ്പം നീ കഴിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേനും നവ്യ പറയും, ഇല്ല അച്ഛാ, എനിക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഉച്ചയ്ക്ക് തന്നെ അമ്മ ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് ഞാൻ വല്ലതും കഴിച്ചത്, ഇനി എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പം കനക പറയും, മോളെ ഞാൻ ഒരു ഗ്ലാസ് പാലെങ്കിലും കാച്ചിത്തരാം, മോൾ അത് കുടിക്കാൻ പറയും. എന്ന് പറയും, വേണ്ടമ്മേ, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, അവൾ ഇനി തിരിച്ചു വരാതെ എനിക്കൊന്നും ഇറങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ അവൾ നാളെ തന്നെ വരുമല്ലോ അല്ലേ, അവൾക്ക് ജാമ്യം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കിട്ടും അച്ഛാ, പിന്നെ അവളെ ഇങ്ങനെ കുടുക്കിയവരെ എന്നാ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ എന്നെ പറയും. അന്നേരം പറയും, മോളെ അപ്പോൾ അവൾക്ക് ജയിലിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കും. ഇല്ല അച്ഛാ, മാരാർ വക്കീൽ നല്ല പ്രഗത്ഭനായ വക്കീലാണ്, മുത്തശ്ശനൊക്കെ വിളിച്ച് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദു ഇങ്ങനെ സെല്ലിലിരിക്കുന്നതാണ്. ഇരുട്ടത്തിങ്ങനെ നെറ്റിയിലേക്ക് കാലൊക്കെ വെച്ചിരുന്ന് സങ്കടപ്പെടുന്നത് കാണിക്കുന്നുണ്ട്. ദേവയാനി രാവിലെ എണ്ണീറ്റ് പൂജാമുറി വിളക്കൊക്കെ കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നന്ദുവിന് ജാമ്യം കിട്ടാനും ആ കുട്ടിക്ക് ഒരു ആപത്തും വരുത്താതെ വരണം ഭഗവാനെ, അതുകൊണ്ട് അവൾക്ക് ആ ജോലിയിൽ വീണ്ടും പ്രവേശിക്കാൻ പറ്റണം എന്നൊക്കെ പറയുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്. പിന്നീട് വന്ന് റൂമിലിരുന്ന് ആ വക്കീലിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്കിളെ എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ വക്കീൽ പറയും, മോളെ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, എന്തായാലും മാക്സിമം ഞാൻ ശ്രമിക്കും നന്ദുവിന് ജാമ്യം മേടിക്കാമെന്ന്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അങ്കിളെ, എങ്ങനെയും മേടിച്ചേ പറ്റത്തുള്ളൂ, ആ കേസിൽ നിന്ന് അവൾ ഒഴിവാകുകയും വേണം, എന്നാലേ അവൾക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും ജാമ്യം കിട്ടട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സാവകാശം കേസിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും എന്ന് പറയുമ്പോഴത്തേന് പറയും, അത് പറ്റത്തില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ആ കുട്ടിയെ രക്ഷിച്ചെടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ഞാൻ നോക്കിക്കോളാമെന്ന് ആ മാരാർ വക്കീലും പറയും. ഞാൻ അങ്കിളിനെ വിളിച്ച കാര്യമൊന്നും ജയേട്ടനോ ആദർശമോ ഒന്നും അറിയണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട് ദേവയാനി. ഇല്ല മോളെ, ഞാൻ അതൊന്നും പറയാൻ പോകുന്നില്ല, മോള് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എനിക്ക് അവരെല്ലാം എന്നും വക്കീലും വാക്ക് കൊടുക്കുന്നുണ്ട്. രാവിലെ തന്നെ നവ്യയും നയനെ ഒരുങ്ങി കോടതിയിലേക്ക് പോകാനായിട്ട് വരുന്നുണ്ട്. അപ്പം ഗോവിന്ദനും കനകയും ആകെ സങ്കടത്തിലാണ്. മോൾക്ക് ഇന്ന് തന്നെ ജാമ്യം കിട്ടുമല്ലോ അല്ലേ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കിട്ടും അച്ഛാ, എന്തായാലും നല്ല വക്കീലിനെയൊക്കെ അല്ലേ ആദർശേട്ടൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്, ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയും. ഇത് കഴിയുമ്പോൾ എന്തായാലും മക്കളൊന്ന് പറഞ്ഞേക്കണം അവളോട്, ഇതുപോലുള്ള കേസുകളിലൊന്നും കയറി ഇടപെടരുതെന്ന്. അതും അമ്മ, അവൾ അങ്ങനെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, ആരായാലും ചെയ്യുന്നല്ലേ അവൾ ചെയ്തിട്ടുള്ളതെന്ന് നയന പറയും. ഇത് തന്നെയാണ് പ്രശ്നം, നിങ്ങളെല്ലാവരും അവളെ ഒന്ന് നന്നായിട്ട് ഉപദേശിക്കണം. ഇതുപോലെ ഓരോ കാര്യത്തിൽ ഇടപെട്ട കാരണമല്ലേ അവളുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകാൻ പോലും അവൾക്കിപ്പം പറ്റാതെ അവൾ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ചേച്ചിമാരല്ലേ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറയും. ശരിയമ്മയെന്ന് പറഞ്ഞ് ഇവരെന്നിട്ട് കോടതിയിലേക്ക് പോവുകയാണ്. നന്ദു ജയിലിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടി രാവിലെ വന്നിട്ടുണ്ട് വേണു. എന്നിട്ട് വേണു അവിടെ നിന്ന് ഒരു വക്കീലുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, എൻ്റെ മോളെ ആ വീട്ടിലേക്ക് അങ്ങ് കല്യാണം കഴിച്ച് അയക്കുകയും ചെയ്തു, ഇത് പാകം നാണക്കേടായി, വല്ല ആമ്പിള്ളേരുമാണ് വല്ലവരും തല്ലിയെന്ന് പറഞ്ഞാൽ പോട്ടെന്ന് വെക്കാറുണ്ട്, ഇതൊരു പെങ്കൊച്ചല്ലേ കയറി ഒരു തന്നെ തല്ലി ജയിലിലാകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നവ്യ നയനെ അങ്ങോട്ട് വരും. അവളുമാരാ ആ പെണ്ണിൻ്റെ ചേടത്തിമാർ, ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരും. അപ്പം നവ്യ നയനെയും കാണുന്നുണ്ടെ പറയും, ഞാൻ കേസ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അതിന് ഞങ്ങളുടെ അനിയത്തി ജയിലിൽ പോകുന്ന കാണാൻ വന്നതാണെന്ന്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, കേസ് വാദമൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ, എന്നെക്കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണേൽ പറയണമെന്ന് പറയും. അപ്പം നയനെ പറയുന്നുണ്ട്, എന്നാൽ എൻ്റെ അനിയത്തിയെ ഒന്ന് വാദിച്ച് ജയിപ്പിച്ച് ഒന്ന് പുറത്തിറക്കാമോ എന്ന്. അതിന് ഞാൻ വക്കീലല്ലല്ലോ മോളെ, പിന്നെ വേറെന്തെങ്കിലും ഹെൽപ്പ് വേണേൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. നിങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ അനിയത്തി ജയിലിൽ പോകുന്ന കണ്ട് രസിക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് നവ്യ പറയും. എൻ്റെ മോളെ, നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഞാൻ കാരണം ആ അഹങ്കാരി പെണ്ണ് മറ്റുള്ളവരെ കയറി തല്ലിയതും സ്റ്റേഷനിൽ കയറിയെന്നും, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്തെന്നൊന്നും ഞങ്ങളിപ്പോൾ തിരക്കുന്നില്ല, ഞങ്ങളുടെ അനിയത്തിക്ക് ഇങ്ങനൊരവസ്ഥ വന്നതിന് കാരണക്കാരാരായാലും അവരെ ഞങ്ങൾ മനസ്സമാനത്തോടെ ഉറങ്ങാൻ വിടത്തില്ലെന്ന് നയനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു പോലീസ് ജീപ്പ് അവിടെ വന്ന് നിൽക്കുന്നതും SIയും പോലീസുകാരും എല്ലാം ഇറങ്ങും. ആ കൂട്ടത്തിൽ നന്ദു ഇറങ്ങുന്നുണ്ട്. നന്ദുവിനെ കാണുമ്പോഴത്തേന് നയനയ്ക്കും നവ്യയ്ക്കും എല്ലാം
എല്ലാം സങ്കടം വരുന്നുണ്ട്. ഇവരെ കണ്ടു നോക്കി ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.